നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭക്തിയുടെ നിറവിൽ ശിവരാത്രി ആഘോഷം. ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും കലാപരിപാടികളും അരങ്ങേറി. ചൊവ്വലൂർ, കുന്നംകുളം, തലക്കോട്ടുകര, മമ്മിയൂർ ഉൾപ്പെടെയുള്ള ശിവക്ഷേത്രങ്ങളിൽ നടന്ന ആഘോഷ പരിപാടികളിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഭക്ഷ്യവിഷബാധ എന്ന സംശയത്തിൽ പെരുമ്പില വൻസാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 30ഓളം കുട്ടികൾ ചികിത്സ തേടി. വയറിളക്കം, ഛർദി, ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങളോടെയാണ് കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കിൻഡർ ഗാർഡനിലെ കുട്ടികളാണ് ആശുപത്രിയിൽ എത്തിയവരിൽ അധികവും. ആരോഗ്യവകുപ്പും പഞ്ചായത്തും അന്വേഷണം തുടങ്ങി. വിദ്യാലയത്തിന് ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ അവധി. പുന്നയൂർ അകലാട് മൂന്നേനിയിൽ തെരുവുനായ ആക്രമണം. 7 വയസ്സുകാരന് കടിയേറ്റു. മൂന്നേനി പടിഞ്ഞാറ് പുത്തൻപുരയിൽ റഹിയാനത്ത് ബാദുഷ ദമ്പതികളുടെ മകൻ റിഹാനാണ് നായയുടെ കടിയേറ്റത്. വേലൂർ പാത്രമംഗലത്ത് UDFന്റെ പ്രചരണ ബോർഡുകളും കുടിവെള്ള വിതരണ പൈപ്പും സാമൂഹിക വിരുദ്ധർ തീവെച്ച് നശിപ്പിച്ചു. പഞ്ചായത്തിലെ 1ാം വാർഡിൽ നിന്ന് UDF മെമ്പറായി വിജയിച്ച KK അബൂബക്കർ, 19ാം വാർഡ് സ്ഥാനാർത്ഥിയായിരുന്ന VS മോഹൻദാസ് എന്നിവരുടെ പ്രചരണ ബോർഡുകളാണ് കത്തിച്ചത്. മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമെന്ന് UDF. വാർത്തകൾ വിശദമായി. 4 കുട്ടികൾക്ക് പുതുജീവനേകിയ കുഞ്ഞുമാലാഖയ്ക്ക് നാടിന്റെ യാത്രാമൊഴി. അവയവദാന ചരിത്രത്തിൽ പുതുചരിത്രം രചിച്ച് 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാം മടങ്ങി. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് CSI പള്ളിയിലായിരുന്നു സംസ്കാരം. ആലിന് യാത്രാമൊഴിയേകാൻ ജനസാഗരമാണ് ഒഴുകിയെത്തിയത്. ആശുപത്രിയിലും വീട്ടിലും പള്ളിയിലുമാണ് പൊതുദർശനമുണ്ടായിരുന്നത്. രാവിലെ 8 മണിയോടെയാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെ നിരവധി പേർ ഇവിടെ അന്ത്യോപചാരമർപ്പിച്ചു. തുടർന്ന് മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോയി. പള്ളിയിലും പൊതുദർശനത്തിന് സൗകര്യമുണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാരായ സജി ചെറിയാൻ, VN വാസവൻ, വീണ ജോർജ് തുടങ്ങിയവർ ആദരാഞ്ജലി അർപ്പിച്ചു. ഫെബ്രുവരി 5-നാണ് കോട്ടയം പള്ളത്ത് വെച്ചുണ്ടായ അപകടത്തിൽ മല്ലപ്പള്ളി സ്വദേശികളായ അരുൺ എബ്രഹാമിന്റെയും ഷെറിന്റെയും 10 മാസം പ്രായമുള്ള കുഞ്ഞിന് ഗുരുതരമായി പരിക്കേറ്റത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ആലിന് മസ്തിഷ്ക മരണം സംഭവിച്ചത്. തുടർന്ന് കുഞ്ഞിന്റെ വൃക്കകൾ, ഹൃദയം, കരൾ, നേത്രപടലങ്ങൾ എന്നിവ ദാനം ചെയ്യുകയായിരുന്നു. അവയവങ്ങൾ സ്വീകരിക്കുന്ന 2 കുരുന്നുകൾക്ക് ശസ്ത്രക്രിയ നടത്തിക്കഴിഞ്ഞു. ഇവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണ്. ഭക്തിയുടെ നിറവിൽ മഹാശിവരാത്രി. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13ാം രാത്രിയും 14ാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. വ്രതശുദ്ധിയോടെ ശിവപൂജകളുമായി ഉപവാസമിരിക്കുന്നതും ഉറക്കമിളിക്കുന്നതുമാണ് ശിവരാത്രിയുടെ പ്രധാന ചടങ്ങ്. ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃതിനു വേണ്ടി പാലാഴി കടഞ്ഞപ്പോൾ വാസുകി സർപ്പത്തിൽ നിന്ന് പുറത്തുവന്ന കാളകൂട വിഷത്തെ ലോകനന്മയ്ക്ക് വേണ്ടി മഹാദേവൻ കുടിക്കുകയും ആ വിഷം ഭഗവാനെ ബാധിക്കാതിരിക്കാൻ ഭഗവാന്റെ കണ്ടം പൊത്തിപ്പിടിച്ച് പാർവതി ദേവിയും മറ്റെല്ലാ ദേവകളും ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ചുവെന്നാണ് ഐതിഹ്യം. അതിന്റെ സ്മരണയ്ക്ക് വേണ്ടിയാണ് ശിവരാത്രി ദിവസം ഭക്തജനങ്ങൾ ഉറക്കമൊഴിച്ചിരുന്ന് ശിവസ്തുതി ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. ശിവരാത്രി ദിവസം കൂവളത്തില ഭഗവാനെ സമർപ്പിക്കുന്നതും ഉപവാസം അനുഷ്ഠിക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃശിവായ ജപിക്കുന്നതും പ്രധാന ആചാരങ്ങളാണ്. ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും കലാപരിപാടികളും അരങ്ങേറി. ഗുരുവായൂർ കോട്ടപ്പടിയിൽ എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആനകളെ തലപ്പൊക്ക മത്സരം നടന്നതിനിടെ പാപ്പാന് നേരെ ആനയുടെ ആക്രമണം. കോട്ടപ്പടി കപ്പിയൂർ ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊണ്ടുവന്ന ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ എന്ന കൊമ്പനാണ് ഇടഞ്ഞത്. സമുന്നയ പുരാഘോഷ കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്നതായിരുന്നു അനന്തപത്മനാഭനെ. എഴുന്നള്ളിപ്പിന് മുന്നോടിയായി അനന്തപത്മനാഭനൊപ്പം ചിറക്കൽ കാളിദാസൻ, ഊക്കൻസ് കുഞ്ചു, ചെറുപ്പുളശ്ശേരി രാജശേഖരൻ എന്നീ കൊമ്പന്മാരെ ഒരുമിച്ച് നിർത്തി തലപ്പൊക്ക മത്സരം നടത്തുകയായിരുന്നു. ഇതിനിടെയാണ് മുന്നിൽ നിന്ന പാപ്പാനെ ആന കൊമ്പുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചത്.
പുറകിൽ നിന്ന പാപ്പാൻ വാലിൽ തൂങ്ങി നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും ആന അല്പദൂരം മുന്നോട്ടോടി. അരമണിക്കൂറോളം ഭീതി പരത്തിയ ആനയെ പിന്നീട് പാപ്പാന്മാർ ചേർന്ന് ശാന്തനാക്കി. ആനയെ പിന്നീട് എഴുന്നള്ളിക്കുകയും ചെയ്തു. പിള്ളേരോടി ഗേറ്റ് അടച്ചോ, ഗേറ്റ് അടക്കേട്ടാ. ബേടയിലുണ്ടേട്ടാ. പിള്ളേരോടി അടച്ചോ. ഭക്ഷ്യവിഷബാധ എന്ന സംശയത്തിൽ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ 30ഓളം കുട്ടികൾ ചികിത്സ തേടി. വയറിളക്കം, ഛർദി, ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങളോടെയാണ് കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കിൻഡർ ഗാർഡനിലെ കുട്ടികളാണ് ആശുപത്രിയിൽ എത്തിയവരിൽ ഏറെയും. 15ഓളം പേരെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആശുപത്രി സന്ദർശിച്ച പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ 2 പേരെയും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരെ പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. സ്കൂളിലെ കുടിവെള്ളത്തിൽ നിന്നാണ് ആരോഗ്യപ്രശ്നം ഉണ്ടായത് എന്നാണ് നിഗമനം. രക്ഷിതാക്കളുടെ പരാതിയെ തുടർന്ന് ആരോഗ്യവകുപ്പും പഞ്ചായത്തും സ്കൂളിൽ പരിശോധന നടത്തി. ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിനും പരാതി നൽകിയിട്ടുണ്ട്. ഡിസോൺ കലോത്സവത്തിന്റെ തിരക്കിൽ കിണറ്റിലെ വെള്ളം മലിനമായതാണ് വിഷബാധയ്ക്ക് കാരണമെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. ഡിസോൺ കലോത്സവത്തിന്റെ ഭാഗമായി 6000ഓളം പേർ അൻസാർ ക്യാമ്പസിൽ എത്തിയിരുന്നു. ഇതിനിടെ അൻസാർ ആശുപത്രിയിൽ ചികിത്സ തേടിയവരിൽ നിന്ന് പണം ഈടാക്കിയത് പ്രതിഷേധത്തിനിടയാക്കി. ഒരേ മാനേജ്മെന്റിന്റെ കീഴിലാണ് സ്കൂളും ആശുപത്രിയും. ഈടാക്കിയ പണം തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, വൈസ് പ്രസിഡന്റ് KM സലി തുടങ്ങിയവർ ആശുപത്രി അധികൃതരുമായി ചർച്ച നടത്തി. ഭക്ഷ്യവിഷബാധ പെരുമ്പിലാവ് അൻസാർ സ്കൂളിനെ തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ അവധി പ്രഖ്യാപിച്ചു. LKGയും UKG 1ാം ക്ലാസ് എന്നിവിടങ്ങളിൽ പഠിക്കുന്ന നിരവധി കുട്ടികൾ ചികിത്സ തേടിയതിനെ തുടർന്നാണ് അവധി നൽകിയത്. ശാരീരികാസ്വാസ്ഥ്യമുണ്ടായ കുട്ടികൾ അൻസാർ ആശുപത്രിക്ക് പുറമെ കുന്നംകുളം താലൂക്ക്, മലങ്കര, കേച്ചേരി നൈൽ, തൃശൂർ മെഡിക്കൽ കോളേജ് എന്നീ ആശുപത്രികളിലും ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടിയിരുന്നു. കടവല്ലൂർ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും തൃശൂരിൽ നിന്നുള്ള ആരോഗ്യവകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരും ആശുപത്രിയിലും സ്കൂളിലും സന്ദർശനം നടത്തി. ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്ന് ഡോക്ടർ നിർമ്മൽ ജാം, എപ്പിഡമോളജിസ്റ്റ് സുബ്രഹ്മണ്യൻ, ഭാരത്, പഴഞ്ഞി സാമൂഹിക ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ നവ്യ, ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് ബാബു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജു, കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, വൈസ് പ്രസിഡന്റ് സലിം KM, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അഷ്റഫ്, ബ്ലോക്ക് മെമ്പർ പ്രജിത് കുമാർ തുടങ്ങിയവർ സ്കൂളുകളിലും ആശുപത്രിയിലുമായി എത്തി. പുന്നയൂർ അകലാട് മൂന്നേനിയിൽ തെരുവുനായ ആക്രമണം, 7 വയസ്സുകാരന് കടിയേറ്റു. മൂന്നേനി പടിഞ്ഞാറ് പുത്തൻപുരയിൽ റഹിയാനത്ത് ബാദുഷ ദമ്പതികളുടെ മകൻ റിഹാനാണ് നായയുടെ കടിയേറ്റത്. ഇന്ന് രാവിലെ 7:30 വീടിന്റെ മുറ്റത്തേക്ക് എത്തിയാണ് നായ കുട്ടിയെ ആക്രമിച്ചത്. രക്ഷിക്കാൻ വന്ന മാതാവ് റഹിയാനത്തിന് നേരെയും ആക്രമണ ശ്രമം ഉണ്ടായി. ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവർ തിങ്കളാഴ്ച മുതൽ യേശുവിന്റെ ക്രൂശുമരണത്തെ അനുസ്മരിച്ച് വലിയ നോമ്പിലേക്ക് പ്രവേശിക്കും. ഇനിയുള്ള 50 ദിവസം മത്സ്യമാംസാഹാരങ്ങൾ വെടിഞ്ഞ് വ്രതശുദ്ധിയുടെ ദിവസങ്ങളായി മാറും. പള്ളികളിൽ ഉച്ചപ്രാർത്ഥന, സന്ധ്യാനമസ്കാരം, സുവിശേഷ യോഗങ്ങൾ എന്നിവ ഉണ്ടാകും. ഞായറാഴ്ച വിശ്വാസികൾ പെത്രത്തോ ഞായർ ആചരിച്ചു.
ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ തിങ്കളാഴ്ച രാവിലെ 11:30 ശുക്കാനോ നിരപ്പിന്റെ ശുശ്രൂഷയും 12-ന് ഉച്ചനമസ്കാരം, വൈകിട്ട് 6:30 സന്ധ്യാനമസ്കാരം എന്നിവ ഉണ്ടാകും. പള്ളിയിൽ 50 ദിവസവും ഉച്ചനമസ്കാരവും സന്ധ്യാനമസ്കാരവും ഉണ്ടാകും. വികാരി ഫാദർ അബ്രഹാം യാക്കോബ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. മാർച്ച് 27 പാതിനോമ്പ്, 40-ാം വെള്ളി, മാർച്ച് 29 ഓശാന പെരുന്നാൾ, ഏപ്രിൽ 2 പെസഹ വ്യാഴം, ഏപ്രിൽ 3 ദുഃഖവെള്ളി, ഏപ്രിൽ 5 ഉയർപ്പ് പെരുന്നാളോടെ വലിയ നോമ്പ് സമാപിക്കും. വേലൂർ പാത്രമംഗലത്ത് UDFന്റെ പ്രചരണ ബോർഡുകളും കുടിവെള്ള വിതരണ പൈപ്പും സാമൂഹിക വിരുദ്ധർ തീ വെച്ച് നശിപ്പിച്ചു. പഞ്ചായത്തിലെ 1-ാം വാർഡിൽ നിന്ന് UDF മെമ്പറായി വിജയിച്ച KK അബൂബക്കർ, 19-ാം വാർഡ് സ്ഥാനാർത്ഥിയായിരുന്ന VS മോഹൻദാസ് എന്നിവരുടെ പ്രചരണ ബോർഡുകളാണ് ഇന്നലെ രാത്രിയിൽ അഗ്നിക്കിരയായത്. UDF ഓഫീസിന് മുന്നിലും സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിന് മുകളിലും സ്ഥാപിച്ചിരുന്ന ബോർഡുകൾ അഴിച്ചെടുത്ത് റോഡരികിലെ കാനയിലിട്ട് കത്തിച്ച് തൊട്ടടുത്ത പറമ്പിലേക്ക് ഇട്ടിരിക്കുകയാണ്. പാത്രമംഗലം കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകളും കത്തിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. വാർഡ് മെമ്പർ KK അബൂബക്കർ എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. പ്രദേശത്ത് സമാധാന അന്തരീക്ഷം തകർക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരം പ്രവർത്തികളെന്നും സാമൂഹിക വിരുദ്ധരെ കണ്ടെത്തി പോലീസ് കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നും വാർഡ് മെമ്പറും നാട്ടുകാരും ആവശ്യപ്പെട്ടു. നമ്മുടെ കുറച്ച് ഫ്ലെക്സ് ബോർഡുകളും മറ്റു ഫ്രെയിമുകളൊക്കെ ഉണ്ടായിരുന്നു. അത് ഏതോ സാമൂഹ്യ വിരുദ്ധരെടുത്തിട്ട് ആ തൊട്ടടുത്തുള്ള കാനയിലിട്ട് കത്തിച്ച് 1-ാം വാർഡിലെ കുടിവെള്ള പദ്ധതിയുടെ മെയിൻ പൈപ്പ് പോകുന്ന ആ ലൈൻ പൂർണ്ണമായും കത്തി നശിച്ച രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് നമ്മൾ വേണ്ടപ്പെട്ടവർക്ക് അതിൻ്റെ പരാതികൾ നൽകിയിട്ടുണ്ട്. വളരെ സമാധാനപരമായി പോകുന്ന ഒരു നാട്ടിൽ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സാമൂഹ്യ വിരുദ്ധരെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. അധികാരികൾ ഇത് ശ്രദ്ധിക്കണം. അതിനു വേണ്ടുന്ന നടപടികൾ ഉണ്ടാകണം. കണ്ടെയ്നർ ലോറിയിൽ ഓട്ടോറിക്ഷ കുടുങ്ങി. ഡ്രൈവർക്കും യാത്രികരായ കുടുംബാംഗങ്ങൾക്കും പരിക്കേറ്റു. ചൂണ്ടൽപ്പാടത്തുള്ള മരക്കമ്പനിക്ക് മുന്നിൽ വെച്ചുണ്ടായ അപകടത്തിലാണ് ഡ്രൈവർക്കും കുടുംബാംഗങ്ങൾക്കും പരിക്കേറ്റത്. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറി അതേ ദിശയിൽ പോവുകയായിരുന്ന ഓട്ടോറിക്ഷയെ മറികടക്കുന്നതിനിടെ മുൻഭാഗത്ത് കൊളുത്തുകയായിരുന്നു. തുടർന്ന് കുറച്ചു ദൂരം വലിച്ചു കൊണ്ടുപോയ ശേഷം നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മരക്കമ്പനിയുടെ പറമ്പിലേക്ക് കയറി നിൽക്കുകയായിരുന്നു. ഓട്ടോയുടെ മുൻഭാഗം അപകടത്തിൽ തകർന്നു. ഓട്ടോ ഡ്രൈവർ അരിയന്നൂർ സ്വദേശി ഹരിസുധനും കുടുംബാംഗങ്ങൾക്കുമാണ് അപകടത്തിൽ പരിക്കേറ്റത്. സാരമായി പരിക്കേറ്റ മൂവരും ആശുപത്രിയിൽ ചികിത്സ തേടി. കള്ളനും കാറ്റും ചതിച്ചില്ല. ചാവക്കാട് പുത്തൻകടപ്പുറം സൂര്യ കടലാമ സംരക്ഷണ സമിതിയുടെ ഈ സീസണിലെ ആദ്യ കടലാമക്കൂട് വിരിഞ്ഞിറങ്ങി. ചാവക്കാട് നഗരസഭാ ചെയർമാൻ AH അക്ബർ കടലാമ കുഞ്ഞുങ്ങളെ പുത്തൻകടപ്പുറം കടലിലേക്ക് ഇറക്കിവിട്ട് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഗീവർ, PA സെയ്ദു മുഹമ്മദ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ നിതീഷ്, PV ധനേഷ്, KV റൈജോ ജോയ്, PA നസീർ, KK മുബാറക്ക്, KM അലി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഡിസംബർ 9-ന് കിട്ടിയ 100 മുട്ടകളിൽ 90 കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞിറങ്ങിയത്. ഡിസംബർ മുതൽ മാർച്ച് മാസം വരെയാണ് കടലാമകൾ മുട്ടയിടാനായി തീരത്തെത്തുക. 37 കടലാമ കൂടുകളിലായി 3757 കടലാമ മുട്ടകളാണ് ഉള്ളത്. അവയവദാതാക്കളെ നേരിൽ കാണാനായി ചിറളയം സീനിയർ സിറ്റിസൺ ക്ലബ്ബ് അംഗങ്ങൾ വാർദ്ധക്യം മറന്ന് ആര്യലോക് ഹാപ്പിനെസ് സെന്ററിലെത്തി. കുന്നുകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് അംഗങ്ങൾ വാഹനയോഗ്യമല്ലാത്ത പാതകളും അതിജീവിച്ച് കലശമലയിലെ സന്നിധിയിൽ സമയം ചെലവഴിച്ചു. നിർധനർക്കായി വൃക്കദാനം നൽകിയ കലശമല ആര്യലോകാശ്രമത്തിൽ കഴിയുന്ന 3 അവയവദാതാക്കളെ നേരിൽ കാണുക എന്നതായിരുന്നു സന്ദർശനത്തിന്റെ പ്രധാന ഉദ്ദേശം. ആശ്രമ മഠാധിപതി ആര്യമഹർഷി, കരീം പന്നിത്തടം, ആര്യനാമിക, ചേറു മാസ്റ്റർ, മേരി കുര്യൻ, ലളിതകുമാരി എന്നിവർ സംസാരിച്ചു. AC മൊയ്തീൻ MLA നയിക്കുന്ന കുന്നംകുളം നിയോജക മണ്ഡലം വികസന മുന്നേറ്റ ജാഥ തുടരുന്നു. 3-ാം ദിവസത്തെ പര്യടനം പുതുശ്ശേരിയിൽ നിന്ന് ആരംഭിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം ഇടത് സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം കുന്നംകുളം നിയോജക മണ്ഡലത്തിലുണ്ടായ വികസന മുന്നേറ്റങ്ങളും ജനസമക്ഷം അവതരിപ്പിക്കാനായി സംഘടിപ്പിച്ച ജാഥയുടെ ക്യാപ്റ്റൻ AC മൊയ്തീൻ MLAയും വൈസ് ക്യാപ്റ്റൻ പ്രേംരാജ് ചൂണ്ടലാത്തും മാനേജർ MN സത്യനുമാണ്. ഇടതുമുന്നണി നേതാക്കളും പ്രവർത്തകരും സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റന് ഹാരാർപ്പണം നടത്തി. വെള്ളിയാഴ്ച കാട്ടാക്കമ്പൽ പഞ്ചായത്തിലെ ചിറക്കൽ സെന്ററിൽ LDF കൺവീനർ TP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്ത ജാഥ ഞായറാഴ്ച വൈകിട്ട് എരുമപ്പെട്ടി കടങ്ങോട് ജംഗ്ഷനിൽ സമാപിച്ചു. KD ബാഹുലൈൻ മാസ്റ്റർ, K കൊച്ചനിയൻ, KT ഷാജൻ മാസ്റ്റർ, സീതാ രവീന്ദ്രൻ, EA ദിനമണി, M പത്മിനി ടീച്ചർ തുടങ്ങിയവർ ജാഥ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. AC മൊയ്തീൻ MLA നയിക്കുന്ന LDF കുന്നംകുളം നിയോജക മണ്ഡലം വികസന മുന്നേറ്റ ജാഥയ്ക്ക് എരുമപ്പെട്ടി പഞ്ചായത്ത് അതിർത്തിയായ കാഞ്ഞിരക്കോട് സെന്ററിൽ സ്വീകരണം നൽകി. CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം S ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു. വൈസ് ക്യാപ്റ്റൻ പ്രേംരാജ് ചൂണ്ടലാത്ത്, മാനേജർ MN സത്യൻ, NCP ജില്ലാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം ജലീൽ മാസ്റ്റർ,
KT ഷാജൻ മാസ്റ്റർ, TV രഘുനാഥ്, KD ബാഹുലയൻ മാസ്റ്റർ, TK വാസു, നാസർ ഹമീദ്, KK സുബ്രഹ്മണ്യൻ, സീത രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്ത് വൈദ്യുതിയില്ല, പവർ കട്ട് അന്നാണ്. സ്കൂളുകളിൽ പുസ്തകമില്ല, ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിപ്പിച്ചതെന്നാണ്. പാവപ്പെട്ട ആളുകൾക്ക് വീട് കൊടുക്കുന്ന പദ്ധതിയില്ല, ആ പൈസ എവിടെയായിരുന്നു എന്ന് നമുക്കറിയില്ല. കേരളത്തിലെ പാതകളുടെ വികസനം ഒന്നും നടന്നില്ല. എന്താണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലത്ത് ചെയ്തതെന്ന് നമുക്കറിയില്ല. ആകെ പണത് പാലാരിവട്ടം പാലാണ്, അതിൻ്റെ കേസ് പിന്നീട് വന്നു. നമ്മുടെ നാട്ടിൽ 2011 മുതൽ 2016 വരെ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ മൊറട്ടോറിയം പ്രഖ്യാപിച്ച് രാജ്യത്ത് കുഴപ്പമുണ്ടാക്കിയ UDFന്റെ ഭരണം വീണ്ടും ഈ രാജ്യത്ത് ഏൽപ്പിച്ചു കൊടുത്താൽ എന്താകും സ്ഥിതി എന്ന് ആലോചിക്കുമ്പോഴാണ് ഈ 10 വർഷത്തെ അനുഭവങ്ങൾ പരിശോധിക്കണം എന്ന് ഞങ്ങൾ പറയുന്നു. വിശേഷാൽ പൂജകളും കലാപരിപാടികളുമായി വിവിധ ക്ഷേത്രങ്ങളിൽ നടന്ന ശിവരാത്രി ആഘോഷങ്ങൾ ഭക്തിസാന്ദ്രമായി. വിശദാംശങ്ങളിലേക്ക്. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാദേവനും മഹാവിഷ്ണുവിനും ലക്ഷാർച്ചനയും തുടർന്ന് മഹാദേവന് ഭസ്മാഭിഷേകവും നടത്തി. നാഗക്കാവിൽ 3 ദിവസമായി നടന്നു വന്നിരുന്ന നാഗപ്പാട്ടിനും നാവോർപ്പാട്ടിനും ശിവരാത്രിയോടെ സമാപനമായി. പ്രസാദവൂട്ടിൽ 3000-ലധികം ഭക്തർ പങ്കെടുത്തു. നടരാജമണ്ഡപത്തിൽ PCC ഇളയത്തിന്റെ ശിവരാത്രി മാഹാത്മ്യം പ്രഭാഷണം, മണലൂർ തുള്ളൽ കളരിയുടെ കല്യാണ സൗഗന്ധികം ഓട്ടൻതുള്ളൽ, കോമത്ത് നാരായണ പണിക്കരുടെ നേതൃത്വത്തിൽ സമൂഹാർച്ചന, പല്ലശന മുരളിയും സംഘവും അവതരിപ്പിച്ച തിരുനടക്കൽ പഞ്ചവാദ്യം, രഹന മുരളിയുടെ മോഹിനിയാട്ടം, ഗുരുവായൂർ ക്ഷേത്ര കലാനിലയത്തിന്റെ ബാണയുദ്ധം, കൃഷ്ണനാട്ടം, കളി എന്നിവയുമുണ്ടായിരുന്നു. കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ശിവരാത്രി മഹോത്സവത്തിലെ താന്ത്രിക കർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി കരകന്നൂർ വടക്കേടത്തുമന നാരായണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, കീഴ്ശാന്തി സജിത് നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 9 മണി മുതൽ ഭക്തജനങ്ങൾക്കായി വിപുലമായ പ്രസാദകൂട്ട് ആരംഭിച്ചു. ക്ഷേത്രാങ്കണവേദിയിൽ നാമജപാർച്ചന, ക്ഷേത്രക്ഷേമ സമിതി അംഗങ്ങളും മറ്റു ഭക്തജനങ്ങളും അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ, സോപാന സംഗീതം, ചാക്യാർകൂത്ത് തുടങ്ങിയ വിവിധ സാംസ്കാരിക പരിപാടികളും നടന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ ഗജവീരന്മാരെ അണിനിരത്തി വിശേഷാൽ എഴുന്നള്ളിപ്പ് മേളം ആരംഭിച്ചു. വൈകിട്ട് 4:30 വിവിധ പൂരാഘോഷങ്ങളുടെ വരവ് തുടങ്ങി. തുടർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. വൈകിട്ട് 6:30 ഭക്തിനിർഭരമായ ലക്ഷദീപം തെളിയിക്കൽ, ദീപാരാധന, നാദസ്വരം, ചുറ്റുവിളക്ക്, കേളി, തായമ്പക, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയുമുണ്ടായി. രാത്രി 7:30 മുതൽ 10 വരെ മാക് മ്യൂസിക് അവതരിപ്പിക്കുന്ന മെഗാ ഹിറ്റ് ഗാനമേള നടന്നു. അർദ്ധരാത്രിയിൽ വിശേഷാൽ അർദ്ധയാമ പൂജയും ദർശനവും ഉണ്ടായിരിക്കും. ശിവരാത്രിയുടെ തലേദിവസമായ ശനിയാഴ്ച ക്ഷേത്രത്തിലെ മാതൃസമിതി അംഗങ്ങളുടെ വിവിധ നൃത്തങ്ങളും അരങ്ങേറി. ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് PK സുനിൽ, സെക്രട്ടറി TR സജീവ്, ട്രഷറർ T മാധവമേനോൻ എന്നിവർ നേതൃത്വം നൽകി. പെങ്ങാമുക്ക് പീഠികേശ്വരം സ്വയംഭൂ ശിവക്ഷേത്രത്തിൽ പുലർച്ചെ നട തുറക്കൽ, വിശേഷാൽ പൂജകൾ, ഗണപതി ഹോമം എന്നിവ നടന്നു. ഉച്ചതിരിഞ്ഞ് 3-ന് ദേവസ്വം എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. കൊമ്പൻ മംഗലാംകുന്ന് മുകുന്ദൻ ഭഗവാന്റെ തിടമ്പേറ്റി. കക്കാട് രാജപ്പന്മാരാരുടെ നേതൃത്വത്തിലുള്ള ചെണ്ടമേളം അകമ്പടിയായി. വൈകിട്ട് 5 മുതൽ പ്രാദേശിക എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം നടത്തി. തുടർന്ന് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 4 ആനകൾ അണിനിരന്നു. രാജപ്പന്മാരാരുടെ പാണ്ടിമേളവും ഉണ്ടായിരുന്നു. 6:30 മുതൽ 8ഓളം പ്രാദേശിക കമ്മിറ്റികളുടെ നാടൻ കലാരൂപങ്ങൾ, തെയ്യം, തിറ, കാവടി തുടങ്ങിയ ആഘോഷങ്ങളും ശിങ്കാരിമേളം, തകിൽ, നാദസ്വരം എന്നിവയും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് MK ഷിജു, സെക്രട്ടറി പ്രദീപ് കൂനത്ത്, ട്രഷറർ സുരേഷ് എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. പഴഞ്ഞി ചെറുതുരുത്തി തുപ്പേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ രാവിലെ വിശേഷ പൂജകൾ, ഗുരുപൂജ, പിള്ളക്കാവടി, കലശാഭിഷേകം എന്നിവയുണ്ടായി. ഉച്ചയോടെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചു. വൈകിട്ട് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 6 ആനകൾ അണിനിരന്നു. കൊമ്പൻ ചെത്തല്ലൂർ മുരളീധരൻ തിടമ്പേറ്റി. ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, ഗുരുപൂജ, വേലവരവ് എന്നിവയുണ്ടായി. തിങ്കൾ പുലർച്ചെ കൂട്ടിയെഴുന്നള്ളിപ്പിനു ശേഷം ആറാട്ട്, കൊടിയിറക്കൽ, ഭഗവാനെ ശ്രീലകത്തേക്ക് എഴുന്നള്ളിപ്പ് എന്നിവയോടെയാണ് സമാപനം. ഗുരുപ്രഭാവാശ്രമാധിപൻ സ്വാമി അമയാനന്ദ, തന്ത്രി ജ്ഞാനതീർത്ഥ, കൺവീനർ S സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. തിരുവത്ര സ്വയംഭൂ മഹാശിവക്ഷേത്രത്തിൽ രാവിലെ വാഗചാർത്ത്, ഗണപതി ഹോമം, ഉഷപൂജ, മധ്യാഹ്നപൂജ, തിരുവത്ര ശ്രീ നാഗഹരിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും പൂത്താല കമ്മിറ്റിയുടെ വരവ്, പ്രസാദകൂട്ട് എന്നിവയുണ്ടായി. വൈകിട്ട് ചാലിശ്ശേരി ഗൗരിദാസന്മാരാരുടെ നേതൃത്വത്തിൽ മേളവും തിടമ്പെഴുന്നള്ളിപ്പും നടന്നു. തുടർന്ന് വിവിധ പൂരാഘോഷ കമ്മിറ്റികളുടെ വരവുപൂരങ്ങളുമുണ്ടായി. ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായ KM തനീഷ്, MA ജനാർദ്ദനൻ, MK ഷാജി, PD ജയരാജൻ, TB മണികണ്ഠൻ, VG വിജിത്ത്, KR സൂരജ്, P പത്മനാഭൻ എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ആളൂർ പൊന്മല ശിവക്ഷേത്രത്തിൽ
രാവിലെ നട തുറക്കലിന് ശേഷം വിശേഷാൽ പൂജകൾ നടന്നു. ക്ഷേത്രാനുഷ്ഠാനങ്ങൾക്ക് പൂക്കോട് പ്രസാദ് നമ്പൂതിരി, കാരക്കോട് സുധി നമ്പൂതിരി, കോടനാട് രമേശ് നമ്പൂതിരി, ഉണ്ണികൃഷ്ണൻ വാര്യർ, VS പ്രശാന്ത് എന്നിവർ കാർമ്മികരായി. ക്ഷേത്രത്തിൽ വിവിധ സമുദായങ്ങളുടെ നേതൃത്വത്തിൽ കാവടി, നാദസ്വരം, ബാൻഡ് സെറ്റ്, തെയ്യം, തിറ, ശിങ്കാരിമേളം തുടങ്ങിയ കലാരൂപങ്ങളും അരങ്ങേറി. ഉച്ചയ്ക്ക് 1:30 മുതൽ ഭക്തജനങ്ങൾക്കായി പ്രസാദകൂട്ടും ഒരുക്കിയിരുന്നു. ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രാങ്കണത്തിൽ വൈകിട്ട് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ക്ഷേത്രസമിതി ഭാരവാഹികളായ വടക്കുംപാട്ട് നാരായണൻ മാസ്റ്റർ, AK ഹരിദാസ്, നാരായണൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി. കരിക്കാട് കാരുകുളം ശിവവിഷ്ണു ക്ഷേത്രത്തിൽ രാവിലെ നട തുറക്കൽ, തുടർന്ന് ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും ഗണപതി ഹോമവും നടന്നു. ഉച്ചയ്ക്ക് ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ പ്രസാദകൂട്ടുമുണ്ടായിരുന്നു. വൈകിട്ട് 6-ന് പ്രാദേശിക കമ്മിറ്റികളുടെ തെയ്യക്കാഴ്ച, ശിങ്കാരിമേളം, തകിൽ, നാഗസ്വരം തുടങ്ങിയ ആഘോഷങ്ങൾ ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. ആഘോഷങ്ങൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് അശോകൻ, മാതൃസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. കോട്ടപ്പുറം മണ്ണുതൃക്കോവ് ശിവക്ഷേത്രത്തിൽ ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. തുടർന്ന് ക്ഷേത്രം മേൽശാന്തി വിഷ്ണുപ്രസാദ് തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ മറ്റു പൂജകളുമുണ്ടായി. വൈകിട്ട് ചുറ്റുവിളക്ക്, ദീപാരാധന, കേളി എന്നിവയും തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് KR ഹരിദാസ്, സെക്രട്ടറി KA വിജീഷ്, ട്രഷറർ PB സ്മിനീഷ്, കോർഡിനേറ്റർ V ബാലകൃഷ്ണൻ, KR ശ്രീനിവാസൻ, KK പ്രകാശ്, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് മണത്തല ശ്രീ നാഗയക്ഷി ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, പഞ്ചവിരശതി, കലശപൂജ, ശ്രീബലി എഴുന്നള്ളിപ്പ്, മധ്യാഹ്ന പൂജ എന്നിവയുണ്ടായി. വൈകിട്ട് മഹോത്സവത്തിന് മാറ്റേകാനായി വിവിധ ഉത്സവ സമിതികളുടെ നേതൃത്വത്തിൽ പൂക്കാവടി, തെയ്യം, തിറ, വാദ്യമേളങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ കുന്നത്ത് സുബ്രഹ്മണ്യൻ, ആലിൽ വേദുരാജ്, രാമി പ്രസാദ്, ഈക്കോന്നൻ സോമൻ, KC മുരളീധരൻ, കുന്നത്ത് വേദവ്യാസൻ, ആലിൽ നളിനാക്ഷൻ എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ചൊവ്വലൂർ ശിവക്ഷേത്രത്തിൽ 3 ദിവസങ്ങളിലായി നടന്ന ആഘോഷങ്ങളുടെ ഭാഗമായി ശുദ്ധികലശം, ശ്രീഭൂതബലി, വിശേഷാൽ പൂജകൾ, അഭിഷേകങ്ങൾ, നിറമാല, ചുറ്റുവിളക്ക് തുടങ്ങിയ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി, മേൽശാന്തി കുഴിപ്പുറം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു. ശിവരാത്രി ദിനത്തിൽ രാവിലെ 6:30-ന് അഷ്ടപതി, 7 മണിക്ക് പെരുവനം കുട്ടന്മാരാരുടെ മേളപ്രമാണിത്വത്തിൽ മേളത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ്, 10 മണിക്ക് നാഗസ്വര കച്ചേരി എന്നിവ നടന്നു. ഉച്ചയ്ക്ക് 2-ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ്, വൈകിട്ട് 6-ന് ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, 7:30-ന് തായമ്പക എന്നിവ നടന്നു. രാത്രി 9:30-ന് എഴുന്നള്ളിപ്പുണ്ടായിരിക്കും. ശിവരാത്രി ദിനത്തിൽ ശ്രീ മഹാദേവന് ഷഡാഭിഷേകം, നെൽപ്പറ, നാണയപ്പറ തുടങ്ങിയ വഴിപാടുകളും നടന്നു. എഴുന്നള്ളിപ്പിന് പഞ്ചവാദ്യത്തിൽ കലാമണ്ഡലം കുട്ടിനാരായണൻ പ്രമാണിത്വം വഹിച്ചു. പുരാണപാരായണം, ക്ഷേത്രകലകൾ, ഫാൻസി വെടിക്കെട്ട്, അന്നദാനം തുടങ്ങിയ പരിപാടികളും ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്നു. ആഘോഷത്തിന്റെ ഭാഗമായി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി കലാപരിപാടികളുമുണ്ടായി. ക്ഷേത്രത്തിന് പുറത്തുള്ള സ്റ്റേജിൽ വെള്ളിയാഴ്ച വൈകിട്ട് 6:30-ന് പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങളും തിരുവാതിരക്കളിയും, ശനിയാഴ്ച വൈകിട്ട് 7:30-ന് മാക് മ്യൂസിക്സ് അവതരിപ്പിച്ച മ്യൂസിക് നൈറ്റും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഞായറാഴ്ച രാത്രി 12:30-ന് സിനിമാ പ്രദർശനമുണ്ടാകും. ക്ഷേത്രം ഊരാളൻ കീഴിലം കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ഭരണസമിതി ഭാരവാഹികളായ NK ബാലകൃഷ്ണൻ, C ഹരിദാസ് തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. മറ്റു വാർത്തകളിലേക്ക്. വടക്കേക്കാട് തിരുവളഞ്ഞൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സമേതം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പഠനവും ജീവിതവും ലഹരിയാക്കൂ എന്ന സന്ദേശത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് ഷാജഹാൻ അധ്യക്ഷനായ ചടങ്ങ് വടക്കേക്കാട് SI മൻസൂർ ഉദ്ഘാടനം ചെയ്തു. യോദ്ധാവ് പദ്ധതിയുടെ ഭാഗമായി കേരള പോലീസിന്റെ പരാതിപ്പെട്ടി കൈമാറ്റവും ഉണ്ടായി. ലഘുലേഖ പ്രകാശനം വാർഡ് മെമ്പർ അശോകൻ എടക്കാട്ട് നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് ഷീന, അധ്യാപകരായ ജോഫി, ശ്രീരഞ്ജിനി എന്നിവർ സംസാരിച്ചു. നാടകയാത്രയുടെ ഉദ്ദേശവും ലക്ഷ്യവും മാനേജർ പ്രമോദ് വിശദീകരിച്ചു. ഗണേഷ് നാടകാവതരണത്തിലൂടെ കുട്ടികളെ ബോധവൽക്കരിച്ചു. കുട്ടികൾക്ക് ലഘുലേഖകൾ നൽകി. മധുര വിതരണവുമുണ്ടായി. പ്രധാനാധ്യാപിക ജിഷ ടീച്ചർ സ്വാഗതവും അനന്യസമേതം സ്കൂൾ കോർഡിനേറ്റർ ടൈമി നന്ദിയും പറഞ്ഞു. ചൂണ്ടൽ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് എക്കോ സെൻസ് പഠനോത്സവം സംഘടിപ്പിച്ചു. ഒത്തുചേർന്നു രചിക്കാം മാലിന്യമുക്തം നവകേരളം എന്ന സന്ദേശത്തോടെ
പാറന്നൂർ ജനകീയ വായനശാല ഹാളിൽ നടന്ന ശുചിത്വ പഠനോത്സവത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ സച്ചിൻ പ്രകാശ് നിർവഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം കെ.എ. രമേശ്, കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ, പഞ്ചായത്ത് സെക്രട്ടറി എം.സി. മാറ്റ്ലി എന്നിവർ സംസാരിച്ചു. IRTC ഹരിത സഹായ സ്ഥാപനം റീജിയണൽ കോർഡിനേറ്റർ വി.കെ. ജയസോമനാഥൻ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുടെ അവതരണങ്ങൾക്കും കലാപരിപാടികൾക്കും ശേഷം സ്കോളർഷിപ്പ് വിതരണം നടന്നു. സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദിന്റെ അധ്യക്ഷതയിൽ മുന്നോക്ക കമ്മീഷൻ അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ പഞ്ചായത്തുതല നിർവഹണ ചുമതലയുള്ള CP ഷീജ, ഹെൽത്ത് ഇൻസ്പെക്ടർ മേരി ജിഷ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ തിരുവെങ്കിടം ഹൗസിംഗ് ബോർഡിന് സമീപം 5 അടിയോളം നീളമുള്ള കൂറ്റൻ മൂർക്കം പാമ്പിനെ പിടികൂടി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തിയിരുന്ന പാമ്പാണ് പിടിയിലായത്. ഹൗസിംഗ് ബോർഡ് പരിസരത്ത് റോഡരികിൽ രാത്രികാലങ്ങളിൽ കാൽനട യാത്രികർ സ്ഥിരമായി പാമ്പിനെ കാണാറുണ്ടായിരുന്നു. ഇത് പ്രദേശത്ത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു. സാധാരണ രാത്രിയിൽ പ്രത്യക്ഷപ്പെടാറുള്ള പാമ്പ് പകൽ സമയത്ത് റോഡരികിൽ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ആളുകളെ കണ്ടതോടെ പാമ്പ് സമീപത്തെ മാളത്തിലേക്ക് ഇഴഞ്ഞു കയറി ഒളിച്ചു. പരിഭ്രാന്തരായ നാട്ടുകാർ ഉടൻ തന്നെ സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂരിനെ വിവരമറിയിച്ചു. ഏറെ നേരത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ മാളത്തിൽ നിന്ന് മൂർഖനെ സുരക്ഷിതമായി പുറത്തെടുത്ത് പിടികൂടുകയായിരുന്നു. പുനർനിർമ്മിച്ച എടക്കഴിയൂർ റാത്തീബ് മഹളറ പള്ളിയുടെ ഉദ്ഘാടനം നടന്നു. അസർ നമസ്കാരത്തിന് നേതൃത്വം നൽകി പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. കമ്മിറ്റി പ്രസിഡന്റ് A.T. കുഞ്ഞിമരക്കാർ ഹാജി അധ്യക്ഷത വഹിച്ചു. എടക്കഴിയൂർ മഹല്ല പ്രസിഡന്റ് RV മുഹമ്മദ് കുട്ടി, മഹല്ല ഖത്തീബ് T. മുഹമ്മദ് ദാരിമി അരീമ്പ്ര എന്നിവർ സംസാരിച്ചു. പള്ളി നിർമ്മാണത്തിന് ഭൂമി വഖഫ് നൽകിയ A.T. അഷ്റഫ് അലി, പള്ളിയിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച അബ്ദുൽ കരീം ഫാളിലി, എഞ്ചിനീയർ താഹിർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. K.K. അബ്ദുൾ റസാഖ് ഹാജി, അബൂബക്കർ കാസിമി, V. ഷക്കീർ, C. ഷറഫുദ്ദീൻ, മുസ്തഫ പുതിയാടത്ത്, ജലീൽ കാര്യാടത്ത്, K.V. മൊയ്തുണ്ണി, റസാഖ് ബാംഗ്ലൂർ എന്നിവർ പങ്കെടുത്തു. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ N.K. കുഞ്ഞുമുഹമ്മദ് സ്വാഗതവും കമ്മിറ്റി സെക്രട്ടറി K.V. അബ്ദുൽ ഖാദർ ഹാജി നന്ദിയും പറഞ്ഞു. എരുമപ്പെട്ടി റേഞ്ച് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യധാന്യ റിലീഫ് കിറ്റ് വിതരണം ചെയ്തു. പള്ളി, മദ്രസ എന്നിവകളിൽ സേവനം ചെയ്യുന്ന ഉസ്താദുമാർക്കും ജീവനക്കാർക്കുമായാണ് റമളാൻ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി കിറ്റ് വിതരണം ഒരുക്കിയത്. പള്ളിമേപ്പുറം മമ്പൽ ഉലൂം മദ്രസാങ്കണത്തിൽ നടന്ന റിലീഫ് വിതരണം തലയങ്ങാട്ടിരി മഹല്ല് ഖത്തീബ് സാദുദ്ദീൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു. മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് P.K. സലീം ഹാജി അധ്യക്ഷനായി. റേഞ്ച് സെക്രട്ടറി മുസ്തഫ ദാരിമി ആമുഖ പ്രഭാഷണം നടത്തി. സമസ്ത മുദരിബ് ഹംസ അൻവരി കാഞ്ഞിരക്കോട് റമളാൻ സന്ദേശം നൽകി. മാനേജ്മെന്റ് സെക്രട്ടറി M.H. നൌഷാദ്, ജമിയത്തുൽ മുഅല്ലിമീൻ ട്രഷറർ ഇസ്മായിൽ ഹാജി മാളിയേക്കൽ, MP. റഫീഖ് തങ്ങൾ ആദൂർ, സിദ്ദീഖ് ബദരി എന്നിവർ സംസാരിച്ചു. ആദൂർ മഹല്ല് ഖത്തീബ് ഹാഫിൽ ഇബ്രാഹിം ഫൈസി പ്രാർത്ഥനാ മജ്ലിസിന് നേതൃത്വം നൽകി. M.S. ഉസ്മാൻ, റഫീഖ് അടൂരയിൽ, അലവി, സുലൈമാൻ, നിഷാദ് ദാരിമി, അബ്ബാസ് അൻവരി, ഹനീഫ് മൗലവി റംലി എന്നിവർ സംബന്ധിച്ചു. എരുമപ്പെട്ടി മുരിങ്ങത്തേരി കല്ലാറ്റ് ഗോവിന്ദക്കുറുപ്പ് സപ്തതിനിറവിൽ. കേരളത്തിലും കേരളത്തിന് പുറത്തും പ്രസിദ്ധിയാർജിച്ച ക്ഷേത്രങ്ങളിൽ 45 വർഷക്കാലമായി കളമെഴുത്ത് പാട്ട് നടത്തിവരുന്ന ഗോവിന്ദക്കുറുപ്പ് കളമെഴുത്ത് കലാകാരൻ കൂടിയാണ്. മൂക്കുതല കണ്ണേങ്കാവ് ക്ഷേത്രം, കടങ്ങോട് കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രം, കക്കാട് ഗണപതി ക്ഷേത്രം, അമ്പലപ്പുഴ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രം, കാലടി ചാമക്കുന്നം വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രം, തിരുവനന്തപുരം കോട്ടയ്ക്കകം വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രം, തൃപ്പുണിത്തറ തൊട്ടേക്കാട്ട് മന ക്ഷേത്രം തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളിൽ കളമെഴുത്ത് പാട്ട് നടത്തിവരുന്നു. 7ഓളം ക്ഷേത്രങ്ങളിൽ നിന്ന് ആദരവും സ്വന്തമാക്കിയിട്ടുണ്ട്. സ്വപിതാവ് തന്നെയായിരുന്നു ഗുരുനാഥൻ. രാധ ഭാര്യയും രാകേഷ്, ഇന്ദു എന്നിവർ മക്കളുമാണ്. തയ്യൂർ യുവതരംഗം കലാകായിക സാംസ്കാരിക വേദിയുടെയും ഗ്രന്ഥശാലയുടെയും സിൽവർ ജൂബിലി ആഘോഷിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പ്രൊഫസർ ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസിഡന്റ് K.R. രാജീവ് അധ്യക്ഷനായി. എഴുത്തുകാരൻ C.F. ജോൺ ജോഫി മുഖ്യപ്രഭാഷണം നടത്തി. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ, ബ്ലോക്ക് മെമ്പർ മഞ്ജുഷ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് N.V. ബിജു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ, മെമ്പർ ഷൈനി ഫ്രാൻസിസ്, നേതൃസമിതി പ്രസിഡന്റ് P.R. മോഹനൻ, ഗ്രന്ഥശാല സെക്രട്ടറി A.L. വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു. നാദസ്വരാശാൻ സുബ്രഹ്മണ്യൻ തയ്യൂർ, കേരള സ്കൂൾ കലോത്സവത്തിൽ വയലിൻ മത്സരത്തിൽ A ഗ്രേഡ് നേടിയ അദ്വൈത് എന്നിവരെയും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. പ്രോഗ്രാം കൺവീനർ M.J. ജസ്റ്റിൻ, വൈസ് പ്രസിഡന്റ് രഞ്ജു തോമസ്, ജോയിന്റ് സെക്രട്ടറി ഷീബ തുടങ്ങിയവർ നേതൃത്വം നൽകി.
മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ കീഴിൽ 2011 മുതൽ പ്രവർത്തിച്ചു വരുന്ന ചാലിശ്ശേരി SSC UP സ്കൂളിന്റെ പുതിയ പ്രീ പ്രൈമറി കെട്ടിടത്തിന് തറക്കല്ലിട്ടു. ചാലിശ്ശേരി മിനി സിവിൽ സ്റ്റേഷന് സമീപം സഭാ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബെസേലിയോ ശിലാസ്ഥാപനം നിർവഹിച്ചു. കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളി, ഫാദർ ഗീവർഗീസ് ചെമ്മണ്ണൂർ, ഫാദർ മൈക്കിൾ ഗീവർഗീസ്, ഫാദർ സ്റ്റേഫാനോ എന്നിവർ സഹകാർമ്മികരായി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ജില്ലാ പഞ്ചായത്ത് അംഗം TK സുധീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പുളിയഞ്ഞാലിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിജി ഷാബു, സുലൈഖ സുലൈമാൻ, സജീഷ് കളത്തിങ്കൽ, മുൻ പഞ്ചായത്ത് അംഗം T ശിവാസ്, മറ്റ് സഭാ സ്കൂൾ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. സഭാ കൗൺസിൽ അംഗങ്ങൾ, ഇടവക ഭാരവാഹികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പോർക്കുളം MKM UP സ്കൂളിന്റെ 121ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാ ദിനവും യാത്രയയപ്പ് സമ്മേളനവും തിങ്കളാഴ്ച നടക്കും. വൈകിട്ട് 4 മണിക്ക് കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളിയുടെ അധ്യക്ഷതയിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ സിറിൽ മാർ ബെസേലിയോസ് മെത്രാപ്പോലിത്ത മുഖ്യാതിഥിയാകും. വിരമിക്കുന്ന അധ്യാപിക ബേബി ടീച്ചർക്ക് ചടങ്ങിൽ യാത്രയയപ്പും വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും ആദരവും ഒരുക്കിയിട്ടുണ്ട്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പുന്നൂർക്കുളം ഏരിയ കൺവെൻഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KA ജോയ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടത്തിയ ചടങ്ങിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച AKT അംഗങ്ങളായ വിദ്യ അഭിലാഷ്, CC ജയന്തി, ഗൈറുനിസ എന്നിവരെയും മികച്ച സംഘടനാ പ്രവർത്തനത്തിന് CV സുധ, ലോറൻസ് എന്നിവരെയും ആദരിച്ചു. പ്രസിഡന്റ് ലോറൻസ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി വിജയകൃഷ്ണൻ കപ്പ്യാരത്ത്, ട്രഷറർ K രമ, MK സുന്ദരൻ, ബെൻസി സണ്ണി, മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. അംഗങ്ങൾക്ക് പ്രസവാനുകൂല്യം ഒറ്റത്തവണയായി നൽകണമെന്നും ക്ഷേമ പെൻഷൻ സർവീസ് പെൻഷനായി ഉടൻ അനുവദിക്കണമെന്നും കൺവെൻഷൻ പ്രമേയം വഴി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഫെബ്രുവരി 19 കേച്ചേരിയിൽ നടക്കുന്ന DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം യുവതീ സംഗമവും മെഹന്തി ഫെസ്റ്റും സംഘടിപ്പിച്ചു. കേച്ചേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേച്ചേരി UP സ്കൂളിൽ നടന്ന യുവതീ സംഗമത്തിന്റെയും മെഹന്തി ഫെസ്റ്റിന്റെയും ഉദ്ഘാടനം ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് നിർവഹിച്ചു. കേച്ചേരി മേഖലാ കമ്മിറ്റി അംഗം സാനിയ അധ്യക്ഷയായി. ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗവും ചൂണ്ടൽ പഞ്ചായത്ത് അംഗവുമായ PS സഹല, കേച്ചേരി മേഖലാ പ്രസിഡന്റ് ഫഹദ് മുസ്തഫ, ട്രഷറർ VM നിസാം, PK അജാസ് എന്നിവർ സംസാരിച്ചു. മേഖലാ കമ്മിറ്റി അംഗങ്ങളായ ആര്യ, നിവേദ്യ, ഷഹന എന്നിവർ നേതൃത്വം നൽകി. 100ന്റെ നിറവിൽ നിൽക്കുന്ന കാണിപ്പയ്യൂർ തിരുത്തിയിൽ രുക്മണിയമ്മയെ ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ചാവക്കാട് ഗുരുവായൂർ കുന്നംകുളം ഏരിയ കമ്മിറ്റി ആദരിച്ചു. തൃശൂർ ജില്ലാ കമ്മിറ്റി ട്രഷറർ മനോജ് അയിനപ്പള്ളി, ഏരിയ പ്രസിഡന്റ് പ്രതീഷ് കാണിപ്പയ്യൂർ, മെമ്പർമാരായ വിഷ്ണു ആനായ്ക്കൽ, സിജിത്ത് നമ്പഴിക്കാട് എന്നിവർ പങ്കെടുത്തു. ചർമ്മം ഗുരുവായൂർ കിഴക്കേ നടയിൽ ടൗൺ ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന പേനത്ത് ഇബ്രാഹിം കുട്ടി ഹാജി നിര്യാതനായി. 80 വയസ്സായിരുന്നു. കബറടക്കം അങ്ങാടിത്താഴം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ഫാത്തിമ ഹജ്ജുമ്മ ഭാര്യയാണ്. നജീബ്, നബീൽ, നാഫില എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ഭക്തിയുടെ നിറവിൽ ശിവരാത്രി ആഘോഷം. ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും കലാപരിപാടികളും അരങ്ങേറി. ചൊവ്വലൂർ, കുന്നംകുളം, തലക്കോട്ടുകര, മമ്മിയൂർ ഉൾപ്പെടെയുള്ള ശിവക്ഷേത്രങ്ങളിൽ നടന്ന ആഘോഷ പരിപാടികളിൽ 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഭക്ഷ്യവിഷബാധ എന്ന സംശയത്തിൽ പെരുമ്പില വൻസാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 30ഓളം കുട്ടികൾ ചികിത്സ തേടി. വയറിളക്കം, ഛർദി, ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങളോടെയാണ് കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കിൻഡർ ഗാർഡനിലെ കുട്ടികളാണ് ആശുപത്രിയിൽ എത്തിയവരിൽ അധികവും. ആരോഗ്യ വകുപ്പും പഞ്ചായത്തും അന്വേഷണം തുടങ്ങി. വിദ്യാലയത്തിന് ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ അവധി. പുന്നൂർ അകലാട് മൂന്നേനിയിൽ തെരുവുനായ ആക്രമണം. 7 വയസ്സുകാരന് കടിയേറ്റു. മൂന്നേനി പടിഞ്ഞാറ് പുത്തൻപുരയിൽ റഹിയാനത്ത് ബാദുഷ ദമ്പതികളുടെ മകൻ റിഹാനാണ് നായയുടെ കടിയേറ്റത്. വേലൂർ പാത്രമംഗലത്ത് UDFന്റെ പ്രചരണ ബോർഡുകളും കുടിവെള്ള വിതരണ പൈപ്പും സാമൂഹിക വിരുദ്ധർ തീവെച്ച് നശിപ്പിച്ചു. പഞ്ചായത്തിലെ 1ാം വാർഡിൽ നിന്ന് UDF മെമ്പറായി വിജയിച്ച KK അബൂബക്കർ, 19ാം വാർഡ് സ്ഥാനാർത്ഥിയായിരുന്ന VS മോഹൻദാസ് എന്നിവരുടെ പ്രചരണ ബോർഡുകളാണ് കത്തിച്ചത്. മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമെന്ന് UDF. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.